അപ്പൊ കേരളത്തിൽ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. കേരളത്തിൽ തിരുപ്പതി അമ്പലം ഇവിടെയാവും ഉണ്ടാവുക. എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ തിരുവങ്കടാചല ക്ഷേത്രത്തിലാണ്. 1000 വർഷം പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. 1000 വർഷം പഴക്കമുണ്ട് അമ്പലത്തിന്. അതുപോലെ തന്നെ ഒട്ടനവധി ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ പടയോലക്കാലത്തൊക്കെ ഭയങ്കര കഥകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. ഇതിപ്പോ 2 വർഷങ്ങളായിട്ട് കല്ലും കട്ടയൊക്കെ വിരിച്ച് ഇപ്പൊ നല്ലോണം വൃത്തിയാക്കി അടിപൊളിയാക്കിയ അമ്പലം. അപ്പൊ ഈ അമ്പലത്തിലെ കാഴ്ചകളും ചരിത്രങ്ങളും സംഭവത്തെ കുറിച്ച് നമുക്കൊന്ന് അറിയാം. പി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പൊ അതെന്ന് വെച്ചാല് അവിടേക്ക് ആദ്യം ഉണ്ടായിരുന്ന അതിക്കൂടെ ഒരു റോഡ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. പിന്നെ ഇപ്പൊ റെയിൽവേയുടെ മേൽപ്പാലാണ് കൊടുത്തത് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവിടെ വരുന്നവർക്ക് നമ്മുടെ ഈ ഇത് കൂടെ ഹൈവേയിൽ കൂടെ വരുന്ന മേൽപ്പാലത്തൂടെ ഇറങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് വരാന്. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് കട്ട് ചെയ്താലും ഇങ്ങോട്ട് കിടക്കാൻ പറ്റും. ബ്രഹ്മോത്സവം പറഞ്ഞ ഉത്സവമുണ്ട്, അതും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതാണ് ഇവിടെ. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മറ്റേ പാന എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതെങ്ങനെയാണ്? അത് മണ്ഡലം 41 വരെയാണ്. മണ്ഡലം സ്റ്റാർട്ട് ചെയ്ത മണ്ഡലം 41 വരെ. അത് ഇവിടെ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ പാട്ടുവന്നലുണ്ട്. അതിനകത്ത് കളവും കാനകളൊക്കെ വരച്ച് പൂജ പരിപാടിക്കാണ്. ചില കൊട്ടൊക്കെ ഡിങ്കും അങ്ങനെ കൊട്ടും കാനകളൊക്കെയാണ്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. 41 മണ്ഡലം 41 വരെ ഉണ്ടാവും പരിപാടി. അതൊക്കെ നല്ല ദിവസമാണ് ഇവിടെ വിളക്കൊക്കെ മറ്റേ 1000 വിളക്കുകൾ തെളിയിച്ചാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരു 41 അന്നാണ് പഞ്ചാരി മേളത്തിന്റെ അരങ്ങേറ്റുണ്ടായത് അല്ലെ? നിരുവിന്റെ അരങ്ങേറ്റുണ്ടായത്. അതെ, തിരുപ്പതിയിൽ പോകുന്നതിന് അതുപോലെ തന്നെയാണ് ഇവിടെ വന്നാലും കിട്ടുന്ന ഒരു ഇതെന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ ഈ ആൽത്തറയിൽ ഇരുന്ന് ഭയങ്കര പോസിറ്റീവ്. കാരണം വെച്ചാൽ ശനിയാഴ്ചയാണ് ഇവിടെ ഊണുണ്ടാവുക. ഉച്ചയ്ക്ക് 11:30 ആകുമ്പോൾ സ്റ്റാർട്ടാക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഊണ് കഴിക്കാനൊക്കെ വരും. ചെന്ന ക്ലാസ് ഒക്കെ അപ്പുറത്തെ ഭാഗത്തുണ്ടായിരുന്നപ്പോൾ. അപ്പൊ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരു 12-1 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവിടെ ഇങ്ങനെ ഉച്ചക്കത്തെ കാറ്റും ഉച്ചത്തെ ആ വെയിലൊക്കെ ഇവിടെ നിന്ന് തണലും കാനലൊക്കെയാണല്ലോ. അത് പ്രത്യേക ഒരു പോസിറ്റീവാണ് ഇവിടെ നമുക്ക് എന്തായാലും കിട്ടേണ്ടത്. കാരണം അത്രയും രസമാണ് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിനെ കുറിച്ച് അറിയാം. ഞങ്ങളെല്ലാരും ചിലരൊക്കെ വിചാരം ഈ തിരുപ്പതി ക്ഷേത്രം ഈ തമിഴ്നാട്ടിലെന്നാ. തമിഴ്നാട്ടിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ് ഈ തിരുപ്പതി ഉള്ളത്. അത് തമിഴ്നാട് ബോർഡറിലാണ് സംഭവിച്ചിരിക്കണ സ്ഥിതി ചെയ്യണത്. അപ്പൊ ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ എന്ന് വെച്ചാൽ 3 തരത്തിലുള്ള ലഡു ആണുള്ളത്. 3 തരത്തിലുള്ള അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള VIP ലഡു ആണ് നമ്മുടെ കല്യാണ ലഡു. കല്യാണം ലഡു എന്ന് പറഞ്ഞാണ് ഇത്രയും വലിപ്പമുള്ള ആന വലിപ്പമുള്ള ലഡു. അതാണ് കല്യാണം ലഡു എന്ന് പറയാ. കല്യാണം ലഡു VIP ലഡു എന്നും പറയും. പിന്നെ വേറെ രീതിക്ക് അങ്ങനത്തെ ഒരു ലഡു ആണ് നമ്മുടെ ഈ ഗുരുവായൂർ തിരുവങ്കടാചല ക്ഷേത്രത്തിൽ നമുക്ക് കിട്ടുക എന്തായാലും. കാരണം അത്രയും വലിപ്പമുള്ള ടേസ്റ്റ് ഉള്ള ശർക്കരയൊക്കെ നല്ലോണം അത്യാവശ്യം നല്ല കൽക്കണ്ടൊക്കെ പൊടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല വലിപ്പവും അത്യാവശ്യം കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ലഡു ആട്ടോ. അതെ ശരി നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം വലിപ്പം ഉണ്ട് അതിന്. തിരുപ്പതിയിൽ അതിന് കല്യാണ ലഡു എന്ന് പറയും. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. തിരുപ്പതി ഭഗവാന്റെ ലഡു അവിടെ 3 തരത്തിലുണ്ട് ലഡു. അതുപോലെ തന്നെ മകര ചൊവ്വയ്ക്ക് ഭയങ്കര പ്രാധാന്യം കേട്ടോ ഇവിടെ. ശരിക്കും ഉത്സവം പോലെ തന്നെയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഓരോ കമ്മിറ്റിക്കാരുടെ വക ഓരോ ആഘോഷങ്ങൾ കൊണ്ടുവരും. അതായത് ഈ എന്താ പറയാ നമ്മുടെ കാവടി, അതുപോലെ തന്നെ മറ്റുള്ള രൂപങ്ങള് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ കൊണ്ടുവരും ഇവിടെ. വലിയ ഉത്സവമായിട്ടാണ് ആഘോഷിക്കുന്നത് ഇവിടെ മകരച്ചൊവ്വ. അപ്പൊ നമുക്ക് ലഡുവിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അമ്പലത്തിനകത്ത് കയറി തൊഴുതുന്ന ലഡു വാങ്ങിച്ചാലോ? ലഡു മേടിക്കാം, അമ്പലത്തിന്റെ അകത്ത് കയറി തൊഴാം. അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഭഗവാനെ തൊഴുത് നമ്മൾ. അതുപോലെ തന്നെ ഭഗവാന്റെ അടുത്തൊരു തിരുവെങ്കടത്തമ്മ എന്ന് പറഞ്ഞൊരു ദേവി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ തൊഴുതിറങ്ങിയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിനകത്ത് കയറിയിട്ട് ലഡു വാങ്ങിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ലഡു കണ്ടില്ലേ? ഇതാണ് ഈ അമ്പലത്തിലെ ലഡു എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ കാണാനായിട്ട്? ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ലഡു ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന്. നമ്മള് സാധാരണ ലഡു മേടിച്ച് കഴിക്കുന്ന പോലെ അല്ല, വ്യത്യാസം ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റാ. കൽക്കണ്ടത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൊടിച്ചു തരണ ഇങ്ങനെ മതി. യെസ്, അത്രേ ഉള്ളൂ.
പൊട്ടിയില്ല ഗൈസ്. ഞങ്ങള് മുന്നവിടേക്ക് വരുമ്പോ എപ്പോഴും വന്നു കഴിഞ്ഞാലും ലഡു 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 ഇതാണ് ലഡു. ഇതാണ് നമ്മുടെ തിരുവങ്ങാട് അമ്പലത്തിലെ ലഡു എന്നാണ്. അടിപൊളിയല്ലേ? തിരുപ്പതി അമ്പലത്തിലെ VIP ലഡു എന്ന് പറയണ അല്ലേ? അല്ലെ, അത് ഇതിനായിട്ട് വലിപ്പം ഉണ്ടാവും. ഇതിനായിട്ട് കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. ഇത്ര വലിപ്പം ഉണ്ടാവും. കല്യാണം ലഡു ഉറുമ്പുണ്ട് അവിടെ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ലഡു എന്ന് പറഞ്ഞാണ്ടല്ലോ. പിടിച്ച രണ്ട് കൈ പിടിച്ചോ, കണ്ടില്ലേ? ഇങ്ങനെ ഇരിക്കാൻ കണ്ടില്ലേ? നല്ല മധുരല്ലേ? അടിപൊളി. ഇത് നമ്മള് കഴിക്കുമ്പോഴേ നമ്മള് ഗുരുവായൂർ അമ്പലത്തില് ഈ എന്താ പറയാ പഴം പഞ്ചസാരയും നമ്മള് മേടിക്കും, ഉണ്ടാക്കും. അപ്പൊ അതിലത്തെ പഞ്ചസാര കഴിക്കുന്ന പോലെ, അതായത് വെണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പഞ്ചസാര പോലത്തെ. നിങ്ങൾ എന്തായാലും അപ്പൊ ഇവിടെ ഈ തിരുവങ്ങാട് അമ്പലത്തിൽ പ്രത്യേകത വെച്ചാൽ നിങ്ങക്ക് തിരുപ്പതി ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വന്നാൽ മതി, ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നാൽ മതി. അതേ എഫക്റ്റ് ആണ് ഇവിടെ വന്നെന്ന് പറയണത്. അതേ എഫക്റ്റ്, രണ്ടും ഒരേ ഫലം തന്നെയാണ്. കേരളത്തിലെ ആ ഒരു അമ്പലമേ ഉള്ളൂ. കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന അമ്പലമാണത്, നമ്മുടെ ഗുരുവായൂരുള്ള തിരുവെങ്കടാചലപതി ക്ഷേത്രം. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ലഡുവൊക്കെ വാങ്ങിച്ചല്ലോ. ഇനി നമുക്ക് എന്തായാലും ചായ കുടിക്കാം. എന്തായാലും പഴയടുത്ത് പോയിട്ട് തൊട്ടടുത്ത് പഴയത്തുണ്ടല്ലോ, പോയി ചായ അടിച്ചിട്ടുണ്ടായില്ലേ അല്ലേ? അങ്ങനെ നമ്മള് പഴയടത്ത് എത്തി ചായ അടിക്കാൻ വേണ്ടി. ചായ ആണ്, പിന്നെ എന്താ കഴിക്കാൻ സ്നാക്ക് എന്തെങ്കിലും? സ്നാക്സ് പഴംപൊരി ഉണ്ട്, ഉള്ളിവട ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ടയുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. പഴംപൊരി വാങ്ങിച്ചാലോ? അത് പിടിച്ചോ. നമുക്ക് പഴംപൊരി വാങ്ങിക്കാം. ചേട്ടാ 3 പഴംപൊരി. ആ 3 അപ്പൊ നമ്മുടെ പഴംപൊരി കിട്ടിയിട്ട് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, ചൂട് ചായയും പഴംപൊരിയും. ഔ, അടിപൊളിയാന്നൊക്കെ അല്ലേ? അടിപൊളിയാ. ഞങ്ങൾ ഇവിടെ ഗുരുവായൂരപ്പ വന്നാലും പഴയടത്ത് കയറും, ചായ കുടിക്കും. അതിപ്പോ ശീലമായി അല്ലേ? ശീലമായി, അഡിക്റ്റായി മാറിയിരിക്കുകയാണ് ഇപ്പൊ. നല്ല ചൂടുണ്ട്. ഇപ്പൊ ഉണ്ടാക്കിയതാ. പുതിയതായിട്ട് എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തോ ഫിൽറ്റർ കോഫി ആണ്, എന്തോ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ഒരു തിരക്കില്ല. അപ്പുറത്ത് ഐസ്ക്രീം കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നല്ല സെറ്റപ്പ് ആക്കിയുണ്ട്. ചായ കുടിച്ചിട്ട് വരാൻ. ഓക്കെ, നല്ല മഴക്കാറുണ്ട് അല്ലേ? അതെ, ചൂട് എടുക്കണത്. നല്ല മഴക്കാറുണ്ട്. അത് മാത്രല്ല, അപ്പൊ അങ്ങനെ തിരുവങ്ങാട് അമ്പലത്തിൽ പോയി കാഴ്ചകളെല്ലാം കണ്ടു. നല്ലൊരു ദിവസമായിരുന്നു. ഒന്ന് അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ആകുമ്പോഴാണ് ശനിയാഴ്ച തിരക്കുണ്ടാവുക. ഓൾറെഡി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. രാവിലെ ആകുമ്പോഴാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടാവുക. ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് പിന്നെ ഒരു 11:30 ഊണൊക്കെ ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് അടയ്ക്കാണെന്ന് തോന്നുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം അടിപൊളി പിന്നെ ചായ കുടിച്ചു അടുത്തുനിന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ചായം പഴംപൊരി കഴിച്ചു. പിന്നെ നമ്മൾ കുറെ ട്രാവൽ വ്ലോഗ് ആയിട്ടുണ്ട്. കുറച്ച് ദിവസമൊക്കെ ഓഫായി കിടക്കായിരുന്നു ചാനല്. നമ്മുടെ വീഡിയോസ് ഒക്കെ വരാതെ ഇനി ഓൺ ആയിക്കോളും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഒക്കെ ഇടുക. പിന്നെ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ കമന്റ് ഇടാം. പിന്നെ നിങ്ങളിവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ഇടാം എന്തായാലും. അതെ, അപ്പൊ ഇനിയും കുറെ കാഴ്ചകളായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ തന്നെ ആയിരിക്കും. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളോ, നല്ല കോമഡി നിറഞ്ഞിട്ടുള്ള ഹാസ്യരൂപമായിട്ടുള്ള നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് അങ്ങനെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുപോലേക്കും നന്ദി, നമസ്കാരം, ബൈ.